ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡ് റോസിനെ കുറിച്ചാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഓർക്കിഡ് റോസ് എവിടെ കിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി, ഇതിൻ്റെ ഫെർട്ടിലൈസർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അഞ്ജു മേഡമാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അഞ്ജു മേഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള അടുക്കിന് പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റാണ് ഓർക്കിഡ് റോസ്. അതുപോലെ തന്നെ ഇതിന് മുള്ളില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും മുള്ളുള്ളത് കാരണം നമ്മളൊന്ന് മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒന്നും പ്രശ്നമില്ലാത്ത നല്ല ഒരു ചെടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റോസയാണ് ഓർക്കിഡ് റോസ. ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള റോസകളിൽ ഒന്നാണ് ഈ ഓർക്കിഡ് റോസ. മിക്കവാറും എല്ലാവർക്കും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ റോസ പിടിച്ച് കിട്ടാത്തത്. ഈ റോസ നടുമ്പോൾ ചകിരിച്ചോറ് ഒഴിവാക്കിയിട്ട് വേണം ഈ റോസ പോട്ട് ചെയ്യാൻ. ഈർപ്പം കൂടുതൽ നിന്ന ഈ റോസയുടെ അടിഭാഗത്തു നിന്ന് ഉണങ്ങി, ഈ റോസ എന്നല്ല ഏത് റോസയും ഉണങ്ങിപ്പോവും. വെള്ളം കെട്ടി നിൽക്കാതെ വേണം നമ്മൾ പോട്ട് ചെയ്യുമ്പം നമ്മൾ പോട്ട് മിക്സ് ഇടേണ്ടത്. ഈ റോസ കൊടുത്തോ മിക്കവാറും എല്ലാവർക്കും പിടിച്ചു. 1-2 പേർക്കേ ഉള്ളൂ പിടിക്കാത്തത്. ബാക്കി എല്ലാവർക്കും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പ്ലാന്റ് കിട്ടി 2-3 ദിവസം നമുക്കൊരു വിഷമമൊക്കെ തോന്നും. പ്ലാന്റിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞിട്ട് കിളിച്ച് കഴിഞ്ഞ് പൂവൊക്കെ ആയി കഴിയുമ്പോഴാണ് വിഷമമൊക്കെ മാറുന്നത്. പിന്നെ നമ്മൾ അധികം കെയറൊന്നും കൊടുക്കണ്ട, വെയിലുള്ളിടത്ത് വെച്ചാൽ മതി. പ്ലാന്റ് നല്ലതായിട്ട് പിടിച്ച് കിട്ടും. ഇതേ സൈസുള്ള പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ സെയിലിനായിട്ടുണ്ട്. ഈ പ്ലാന്റ് എല്ലാം ഓൺ റൂട്ട് പ്ലാന്റാണ്. നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ്. ഈ പ്ലാന്റിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയാലും നിങ്ങൾ പേടിക്കണ്ട. ഈ പ്ലാന്റ് നല്ലതായിട്ട് പിന്നെ കിളിച്ച് വന്നോളും. കിളിർത്ത് വരുന്നതിലെല്ലാം മൊട്ടും പൂവും കാണും. ഈ പ്ലാന്റ് കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ പൂക്കൾ നല്ലതായിട്ട് വരുമ്പം ഒരു കമ്പ് കുത്തിക്കൊടുത്ത് ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കണം. നല്ല വൃത്തിക്ക് നമുക്ക് ഈ പ്ലാന്റിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്താം. ഇതുപോലുള്ള പോട്ടിനകത്ത് നമുക്ക് ഈ പ്ലാന്റ് വളർത്താൻ പറ്റും. മറ്റ് റോസയുടെ കൂട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ബുഷായിട്ട് നിർത്തേണ്ട ആവശ്യമില്ല. ഈ പ്ലാന്റ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓർക്കിഡിൻ്റെ പൂ പോലുള്ള പൂക്കളാണ്. ഇതിന് നമ്മൾ ഡാപ്പ് വളം ഇട്ട് കൊടുക്കാം. ഇതിനെന്നല്ല ഏത് റോസയ്ക്കും ഈ വളം ഇട്ട് കൊടുക്കാം. DAP ഡാപ്പ് എന്ന് പറയുന്ന വളം എല്ലാ വളക്കടകളിലും ഇപ്പം കിട്ടും. നേരത്തെ നമ്മുടെ ഇവിടെയെങ്കിലും കിട്ടത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം കിട്ടും. അഥവാ വളക്കടയിൽ കിട്ടാത്തവർക്ക് ആമസോണിലൊക്കെ ഓർഡർ ചെയ്യാം. ഇത്രയും അളവിൽ നമ്മൾ ഈ റോസയ്ക്ക് മണ്ണ് ഇളക്കിയതിന് ശേഷം ഈ ഡാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തതിൻ്റെ അത്ര അളവ് മതി. വട്ടത്തിൽ നല്ലതായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണ് ഇട്ട് കൊടുക്കണം. എല്ലാ റോസയ്ക്കും ഇട്ട് കൊടുക്കാം. റോസയ്ക്കെല്ലാം പൂക്കുന്ന ചെടികൾക്കെല്ലാം ഈ വളം ഇട്ട് കൊടുക്കാം. കൊടുക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചെടിയോട് ചേർത്ത് ഇടരുത്, ഇച്ചിരി അകറ്റി വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഡാപ്പ് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല വെയിലുള്ള ഭാഗത്തോട്ട് ഇത് മാറ്റി വെക്കണം. എന്ത് ഭംഗിയാണല്ലേ ഓർക്കിഡ് റോസ് കാണാനായിട്ട്. നല്ല കൊലകൊലയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ. അതുപോലെ തന്നെ ഈ പോട്ടിൽ നമുക്കൊരു സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കും. കാരണം ഈ പൂക്കളെല്ലാം വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് ചാഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളർന്നു വരും. നമ്മളുടെ വീടുകളുടെ സൈഡ് കോർണറിലൊക്കെ വെക്കാൻ പറ്റും. ഈ കാണുന്ന പ്ലാന്റ്സാണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് അയച്ചു തരുന്നത്. ഞാൻ വീഡിയോസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനൊരു സെല്ലറിനെ പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പലരും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പ്ലാൻസിന് വേണ്ടിയിട്ട്. ദയവേത് അഞ്ജു മേഡത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.